ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി തോരനാണ്. അമരപ്പയർ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അമരപ്പയർ ഞാനിവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ 4 കൈപ്പിടിയോളം അമരപ്പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് ഗ്രീൻ പീസ് ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാറ്റിയിട്ടുണ്ട്. അത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. സ്റ്റീം പോയതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ആ കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അമരപ്പയർ കുക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇപ്പം കറക്റ്റ് പാകത്തിന് ഇതാ ഗ്രീൻ പീസ് കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അമരപ്പയർ ഇട്ട് കൊടുക്കാം. അമരപ്പയറും ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഗ്രീൻ പീസ് വെന്ത് കഴിയുമ്പോൾ അതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കണം. അമരപ്പയർ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റൊരു വിസിൽ വെച്ചാൽ മതി. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റീം നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. സ്റ്റീം പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അമരപ്പയർ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിൽ വന്ന അപ്പം തന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അമരപ്പയർ കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിത് തോരൻ വെക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞത് എടുക്കാം, അല്ലെങ്കിൽ ഒരു സവാള എടുക്കാം. ഞാനിപ്പോൾ 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാളയും ഒരു 6 അല്ലി ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടാണ് ഈ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. സവാളയും ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും നന്നായിട്ടൊന്ന് 4 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ട് തേങ്ങ വറുത്തെടുത്ത പോലെ ആവണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അമരപ്പയർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അമരപ്പയർ വെച്ചിട്ടുള്ള തോരനാണ്. അമരപ്പയർ തനിയെ തോരനൊക്കെ വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.